നന്ദി. വളരെ വ്യത്യസ്തമായൊരു ധ്യാനമായിരുന്നു. ബ്രദറിൻ്റെ തന്നെ ഭാഷയിൽ ഒരു തെളിഞ്ഞ അരുവി പോലെ ഒഴുകിപ്പോകുന്ന ഒരു പ്രഭാഷണമായിരുന്നു. ഇതിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് ഗത്സമേനിൽ പ്രാർത്ഥിക്കുന്ന ഈശോ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഇത് ഒരു പ്രാർത്ഥനയുടെ ഒരു പുതിയ ഒരു ഭാവത്തിലേക്ക് മാറാനായിട്ട് എന്നെ സഹായിച്ചു. വെറുതെ എന്തൊക്കെയോ അതര വ്യായാമം നടത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏകാന്തതയിലിരിക്കുന്ന തമ്പുരാൻ്റെ അടുത്തിരിക്കാനായിട്ട് വലിയൊരു പ്രചോദനം ലഭിച്ചു. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖമാണ് അവൻ്റെ ഏകാന്തത. അത് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഏകാന്തതയിലിരിക്കുന്ന ഈശോയുടെ അരികിൽ ഹൃദയം തുറന്നിരിക്കാനായിട്ട് ഉള്ളൊരു പരിശ്രമിക്കണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ രാത്രിയിലുള്ള ദിവ്യകാരുണ്യ ആരാധന, അതും ഒരു വലിയൊരു അനുഭവമായി തോന്നി. പിന്നെ എന്നെ സ്പർശിച്ചത് ധൂർത്തപുത്രൻ്റെ ഉപമ. ആ ഉപമ വായിക്കുമ്പോൾ നമ്മൾ ഇളയ മകനെ പറ്റി മാത്രമേ കൂടുതലായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ആ വീടിനുള്ളിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് ചിന്തിക്കാനും, നമ്മളെല്ലാവരും അൾത്താരയോട് കൂടുതൽ ചേർന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മളായിരിക്കാം ഒരുപക്ഷെ ആ മൂത്ത മകൻ്റെ സ്ഥാനത്ത് വന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവാം. പിന്നെ ആഴമായ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു മനോഭാവവും പിന്നെ വിശ്വാസം, പരിശുദ്ധാരൂപി, ഇത് മൂന്നും വേണമെന്ന് ബ്രദർ പറഞ്ഞു. അപ്പോൾ ഇനി കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പിന്നെ യേശു പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ, ഐ ആം ദ ഡോർ. അപ്പോൾ ദൈവമാണ്, ഈശോയാണ് നീതിയുടെ വാതിലെന്നും ഒരു പഴയ രീതിയിലുള്ള കാഴ്ചപ്പാടിനെയൊക്കെ മാറ്റിയിട്ട് പഴയ നിയമം അപൂർണമായതുകൊണ്ടാണ് അപൂർണമായവ അസ്തമിക്കുമ്പോൾ പൂർണ്ണമായവ ഉദിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതിനെപ്പറ്റിയാണ് ഇന്ന് കൂടുതലും സംസാരിച്ചത്, ആ നീതിയെക്കുറിച്ച്. ഇത്രയാണ് മനസ്സിലായത്.